ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു കഥാലോകം. ഭൂമിയെ തകർക്കാനായിട്ട് ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു ഉൽക്ക വരികയാണ്. ഏകദേശം ഒരു 8 വർഷത്തിനുള്ളിൽ നമ്മുടെ ഭൂമിയെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു ഉൽക്കയാണത്. ഇത് മനസ്സിലാക്കിയ ഭൂമിയിലെ കുറച്ച് സയന്റിസ്റ്റുകൾ ആ ഒരു ഉൽക്കയെ തകർക്കാനായിട്ട് ഒരു ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് ഉണ്ടാക്കാനായിട്ട് അവരെല്ലാവരും പോകുന്നത് ചന്ദ്രനിലേക്കാണ്. അങ്ങനെ 8 വർഷത്തോളം എടുത്ത് ചന്ദ്രനിൽ വെച്ച് തന്നെ അവരൊരു ആണവായുധം ഉണ്ടാക്കുകയാണ്. എന്നാൽ അതിനിടയിൽ അവർക്ക് മറ്റൊരു പ്രശ്നം നേരിടേണ്ടി വന്നു. അവർ താമസിക്കുന്ന ആ ഒരു ബേസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഒരു സോളാർ സ്റ്റോം വരികയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകൾ എല്ലാവരും തിരികെ ഭൂമിയിലേക്ക് സ്പേസ് ഷിപ്പിൽ അവർ യാത്ര തിരിച്ചു. എന്നാൽ ഇതിനിടയിൽ അവർക്ക് മറ്റൊരു അബദ്ധം പറ്റുകയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ അവർ തിരികെ കൊണ്ടുവന്നില്ല. അതായത് അയാൾ ഇപ്പോഴും ആ ഒരു ചന്ദ്രനിൽ ഒറ്റയ്ക്കാണ്. യുവാൻ എന്ന ആ ഒരു യുവാവ് ചന്ദ്രനിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതും അവിടെയുള്ള അദ്ദേഹത്തിന്റെ സർവൈവൽ നിറഞ്ഞ മൂവിയാണ് 2022 പുറത്തിറങ്ങിയ ചൈനീസ് മൂവിയായിട്ടുള്ള മൂൺമാൻ. നമ്മുടെ ഈ ഒരു കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മാർസ് എന്ന ആ ഒരു ഗ്രഹത്തെയാണ്. മാർസ് എന്ന ആ ഒരു ഗ്രഹത്തെ ചുറ്റി ആയിരക്കണക്കിന് വർഷങ്ങളായി ഭ്രമണം ചെയ്യുന്ന ഒരു ഭീമൻ ആസ്ട്രോയിഡാണ് പൈ, അതായത് ഒരു വലിയ ഉൽക്ക. ഇപ്പോൾ പൈ എന്ന ആ ഒരു ആസ്ട്രോയിഡ് ഭൂമിയിലേക്ക് വലിയ വേഗത്തിൽ നീങ്ങി വരികയാണ്. ഭൂമിയിലെ ശാസ്ത്രജ്ഞരുടെ എല്ലാം കണക്ക് പ്രകാരം പൈ ഏകദേശം ഒരു 8 വർഷത്തിനുള്ളിൽ നമ്മുടെ ഭൂമിയിലേക്ക് ഇടിച്ചു കയറും. അങ്ങനെ ആ ഒരു ഇടിച്ചു കയറുന്നത് വഴി നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരാശി മുഴുവൻ നശിക്കാനാണ് സാധ്യത കൂടുതൽ. ഭൂമിയിലെ ഈ ഒരു സയന്റിസ്റ്റുകളെല്ലാം ഈ ഒരു കാര്യം തിരിച്ചറിയുകയാണ്. ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു വാർത്ത നമ്മുടെ ഭൂമിയിലെ എല്ലായിടത്തും പ്രചരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു വാർത്ത ലോകം മുഴുവനും പാനിക്കിലും ഭയത്തിലുമാക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മുടെ UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ അടിയന്തരമായ ചർച്ചകൾക്കെല്ലാം പല രാജ്യങ്ങളെയും കൂട്ടുവിളിച്ചത്. എന്തെങ്കിലും രീതിയിലുള്ള രക്ഷാമാർഗമോ ഇതിനെ തടുക്കാനുള്ള മാർഗങ്ങളായിരുന്നു അവർ അവിടെ ചർച്ച ചെയ്തത്. അങ്ങനെ അവരുടെ ആ ഒരു ചർച്ചയ്ക്കൊടുവിൽ അവരൊരു വലിയ തീരുമാനത്തിലെത്തുകയാണ്. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ചൈനയ്ക്ക് ഇതിന്റെ കൺട്രോളും ഇതിന്റെ നിയമങ്ങളും അനുവാദവും കൊടുക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് മൂൺ ഷീൽഡ് അല്ലെങ്കിൽ UNMS എന്ന പദ്ധതിയാണ് ചൈന മുൻപോട്ട് വെക്കുന്നത്. അങ്ങനെ ആ ഒരു പദ്ധതിയെ രൂപപ്പെടുത്താനുള്ള അനുവാദം ചൈനയ്ക്ക് നൽകുകയാണ്. UNMS എന്ന ഈ ഒരു പദ്ധതി എന്തെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ചന്ദ്രനിൽ ചെന്ന് വലിയൊരു ബേസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നു. അവിടെ വെച്ച് തന്നെ പൈ എന്ന ഈ ഒരു ആസ്ട്രോയിഡിനെ നശിപ്പിക്കാനുള്ള വലിയ ആണവായുധം ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ഒരു ന്യൂക്ലിയർ ബോംബിന്റെ പേരാണ് കോസ്മിക് ട്രൈക്കിംഗ് ഹോമേഴ്സ്. അങ്ങനെ 8 വർഷം കൊണ്ട് ഈ ഒരു ആണവായുധം ഉണ്ടാക്കി പൈ എന്ന ആസ്ട്രോയിഡിനെ നശിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. അങ്ങനെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ ഒരുക്കങ്ങളും ചൈന നടത്തുകയാണ്. ഈ ഒരു പദ്ധതിയിലേക്ക് പോകാനായിട്ടുള്ള സയന്റിസ്റ്റുകളെ എല്ലാം അവർ റിക്രൂട്ട് ചെയ്തു. അങ്ങനെ ചന്ദ്രനിലേക്ക് പോകണമെന്ന ആഗ്രഹത്തോടെ അതിലേക്ക് പോകാനുള്ള അവസരം തേടിയെത്തിയ ഒരു യുവാവാണ് യുവാനും അങ്ങനെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഇതിലേക്ക് അപേക്ഷിക്കുകയാണ്. ആദ്യമേ തന്നെ ഇവന്റെ ഇന്റർവ്യൂവും റിക്രൂട്ട്മെന്റ് പ്രോസസ്സും എല്ലാം നടത്തുന്നു. അതിലൂടെ അവർക്കൊരു കാര്യം മനസ്സിലായി, യുവാൻ വെറും തുല്യസ്ഥിതിയിലുള്ള ഒരു സാധാരണക്കാരനാണ്. ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാകാനും മാത്രമുള്ള യാതൊരു യോഗ്യതയും ഇവനില്ലെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഒടുവിൽ ഇതിലേക്കുള്ള എഞ്ചിനീയർ പദവിക്ക് പകരം അവനൊരു മെയിൻ്റനൻസ് ജോലിയാണ് അവർ കൊടുക്കുന്നത്. എങ്കിലും ചന്ദ്രനിലേക്കൊന്ന് പോകണമെന്നുള്ള അവന്റെ ആ ഒരു ആഗ്രഹം കൊണ്ട് മെയിൻ്റനൻസ് ജോലിയെങ്കിൽ മെയിൻ്റനൻസ് ജോലി എന്ന് വിചാരിച്ച് യുവാൻ ആ ഒരു ജോലിയെ സ്വീകരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ബഹിരാകാശ യാത്ര സംഘത്തിന്റെ ഒപ്പം തന്നെ യുവാനും അവരുടെ കൂടെ ചന്ദ്രനിലേക്ക് പോകാൻ കഴിഞ്ഞു. അങ്ങനെ ആ ഒരു യാത്ര നടത്തി ചന്ദ്രനിലെത്തിയിട്ട് ഏകദേശം 8 വർഷങ്ങൾ അവർ പിന്നിട്ടു. അങ്ങനെ ഒടുവിൽ അവർ അങ്ങനെ ഒരു ആണവായുധം ഉണ്ടാക്കിയെടുക്കുകയാണ്. വിജയകരമായിട്ട് തന്നെ ആ ഒരു ആണവായുധം അവർ വിക്ഷേപിച്ചു. അതുണ്ടാക്കിയതിന്റെ സന്തോഷത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും. എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള യുവാന്റെ മനസ്സാകട്ടെ മറ്റൊരു സ്ഥലത്തായിരുന്നു. അവരുടെ ആ ഒരു ബേസ് സ്റ്റേഷനിലെ കമാൻഡറായിട്ടുള്ള ലൈൻസിങ്ങിനോടുള്ള അമിതമായ പ്രണയമാണ് യുവാൻ ഇപ്പോൾ. അവൻ ആ ബേസ് സ്റ്റേഷനിലായിരിക്കുന്ന കാലത്തിലെല്ലാം ഇവളോട് എങ്ങനെ തന്റെ ഇഷ്ടം പറയണമെന്ന് പലപ്പോഴും അവൻ ശ്രമിക്കാൻ തുടങ്ങി. അവളുടെ ഇഷ്ടം തുറന്നു പറയാനായിട്ട് അവൻ പല രീതിയിൽ പരിശീലിച്ചുകൊണ്ടിരുന്നു. അവൾ ബേസ് സ്റ്റേഷന് പുറത്തു പോയിട്ട് തിരികെ വരുമ്പോഴൊക്കെ അവളെ കാത്ത് യുവാൻ ആ ഒരു വാതക്കലൊക്കെ നിൽക്കാറുണ്ടായിരുന്നു. പലപ്പോഴും അവളെ ചുറ്റിപ്പറ്റി അവളുടെ കൂടെയൊക്കെ ആയിരിക്കുമ്പോഴും ലൈൻസിങ്ങിന് യുവാൻ ആരാണെന്നും അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം യുവാൻ അവന്റെ മുറിയിലിരുന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്കെല്ലാവർക്കുമായിട്ട് ഒരു വലിയ ഭീതിപൂർണമായ വാർത്ത എത്തിയത്. അവർ വിക്ഷേപിച്ച ആ ഒരു മിസൈലുകളിൽ ഒന്ന് ഒരു ശക്തമായ സോളാർ സ്റ്റോം മൂലം അത് തകരാറിലായി. അതിനാൽ അവിടെ ഉണ്ടായിരുന്ന ആസ്ട്രോയിഡിന്റെ ചില ഭാഗങ്ങളൊക്കെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തേക്ക് ചിതറിപ്പോയിരിക്കുകയാണ്. ഇനി വെറും 27 മിനിറ്റിനുള്ളിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ അവരുടെ ഒരു ബേസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി അവരുടെ അടുത്തേക്ക് എത്തും.
അതായത് അവരുടെ ആ ഒരു ബേസ് സ്റ്റേഷനെ ആ ഒരു ആസ്ട്രോയിഡിന്റെ ഭാഗങ്ങളെല്ലാം തകർത്തെറിയുമെന്നുള്ള ഭീതിയാർന്ന വാർത്തയായിരുന്നു ലൈൻസിങ്ങിന് ലഭിച്ചത്. ഒട്ടും അടിക്കാതെ തന്നെ ലൈൻസിങ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി. നമ്മളെല്ലാവരും ഈ ഒരു ബേസ് സ്റ്റേഷനിൽ നിന്ന് ചന്ദ്രനിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകണം. എത്രയും പെട്ടെന്ന് എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യുക. അങ്ങനെ ലൈൻസിങ് ആ ഒരു നിർദ്ദേശം എല്ലാവർക്കും കൊടുക്കുകയാണ്. പലവിധ ജോലിയിലായിരുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. അവിടെ ഉണ്ടായിരുന്ന അവരുടെ റോക്കറ്റിലേക്ക്, ആ ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് അവരെല്ലാവരും ഓടിക്കയറുകയാണ്. എന്നാൽ ഇതേ സമയം മെയിൻ്റെനൻസ് ജോലിയിലായിരുന്ന യുവാൻ ഇതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അവന്റെ തലയിൽ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഒരു വാർത്തയെ പറ്റിയുള്ള യാതൊരു വിവരവും അവൻ അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന യാത്രികരെല്ലാവരും ആ ഒരു റോക്കറ്റിന്റെ സ്റ്റേഷനിലേക്ക് ചെന്ന് ഓരോ റോക്കറ്റിലായിട്ടും കയറുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ചന്ദ്രനിൽ നിന്ന് വിട്ടൊഴിയണമെന്നായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ യുവാനാകട്ടെ ഇതൊന്നും അറിയാതെ ആ ഒരു മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി അവൻ ആ ജനലിലൂടെ നോക്കിയപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. ഇനി അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ഒരു റോക്കറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അവൻ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന, അതായത് ചന്ദ്രനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ എടുത്ത് അതിലൂടെ വേഗത്തിൽ ഓടിച്ചു കൊണ്ടുപോയി. എത്രയും പെട്ടെന്ന് ആ ഒരു ലാസ്റ്റ് റോക്കറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് അതിൽ കയറി പറ്റണം. അതായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. ചന്ദ്രനിലേക്ക് അസ്ട്രോയിഡിന്റെ കഷ്ണങ്ങൾ പതിക്കുകയാണെന്ന വിവരം ആ കാറിലുണ്ടായിരുന്ന റേഡിയോ വഴി മാത്രമാണ് യുവാൻ തിരിച്ചറിഞ്ഞത്. എന്നാൽ അസ്ട്രോയിഡുകൾ പതിയെ ചന്ദ്രനിലേക്ക് പതിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു റേഡിയോ കണക്ടിവിറ്റിയും അവന് നഷ്ടപ്പെട്ടു. എന്നാൽ ആ ഒരു റോക്കറ്റിന്റെ അടുത്തേക്ക് അവൻ എത്താറായപ്പോഴാണ് അവന്റെ മുൻപിൽ വലിയ ഒരു കുഴി അവൻ കണ്ടത്. ആ ഒരു കുഴിയെ മറികടക്കാൻ യുവാൻ ശ്രമിച്ചെങ്കിലും യുവാന് സാധിച്ചില്ല. അവന്റെ വണ്ടിയോട് കൂടെ തന്നെ ആ ഒരു കുഴിയിലേക്ക് വീഴുകയായിരുന്നു. എന്നാൽ യുവാനാകട്ടെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ആ ഒരു കുഴിയിൽ നിന്ന് വലിഞ്ഞു കയറുകയാണ്. എന്നാൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ അവസാനത്തെ ആ ഒരു റോക്കറ്റും അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിരുന്നു. തിരികെ പോകാനാവില്ല എന്ന ആ ഒരു ധാരണയിൽ യുവാൻ അവിടെ നിശ്ചലമായി നിന്നു പോവുകയാണ്. എന്നാൽ ഈ ഒരു സമയം കൊണ്ട് ഉൽക്കയുടെ ഭാഗങ്ങളെല്ലാം ചന്ദ്രനിൽ പതിക്കാൻ തുടങ്ങിയിരുന്നു. യുവാൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആ ഒരു കുഴിയിൽ നിന്നും എല്ലാം ചാടി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ അവനുണ്ടായിരുന്ന ആ ഒരു ബേസ് സ്റ്റേഷനിലേക്കും ഈ ഒരു ആസ്ട്രോയിഡ് വീണ് അതും തകർന്നു. അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ പലവട്ടം അവൻ താഴേക്ക് വീഴുന്നുണ്ടെങ്കിലും അവൻ എഴുന്നേറ്റ് നിന്ന് പിന്നെയും ചാടി ചാടി പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ യുവാൻ സേഫായിട്ട് നിന്നപ്പോഴാണ് അവൻ ഭൂമിയിലേക്ക് ഒന്ന് കണ്ണുയർത്തി നോക്കിയത്. അതാ അവർ വിചാരിച്ച ആ ഒരു വലിയ ആസ്ട്രോയിഡ്, ആ ഒരു ഭീമൻ ആസ്ട്രോയിഡിന്റെ ഭാഗം ഭൂമിയിലേക്ക് വരികയാണ്. യുവാന് കണ്ണു നിറഞ്ഞ് അത് നോക്കിയിരിക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. 8 വർഷം നീണ്ട അവരുടെ കഷ്ടപ്പാടിന് ഒരു ബലവും ഉണ്ടായില്ല. അവസാനം ആ ഒരു വലിയ ആസ്ട്രോയിഡ് ഭൂമിയിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഏകദേശം ഭൂമിയുടെ വലിയൊരു പ്രദേശത്തെ തന്നെ ആ ഒരു ആസ്ട്രോയിഡ് വിഴുങ്ങി. 8 വർഷമായിട്ടുള്ള മുഴുവൻ പരിശ്രമവും വെറുതെ ആയി പോയതിന്റെ വേദനയോടെ യുവാൻ ആ ഒരു മഹാനാശത്തെ നോക്കിക്കണ്ടു നിൽക്കുകയായിരുന്നു. അവൻ നിന്ന ആ ഒരു ചന്ദ്രനിലെ ബേസ് സ്റ്റേഷന്റെ ഒരു ഭാഗം നശിച്ചെങ്കിലും മറ്റൊരു ഭാഗം ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തകരാത്ത ആ ഒരു ബേസ് സ്റ്റേഷന്റെ അടുത്തേക്ക് അവൻ തിരിച്ചുപോയി ഭൂമിയുമായിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ അവൻ ശ്രമിച്ചു. എന്നാൽ അവന് ഒരു മറുപടിയും തിരികെ ലഭിച്ചില്ല. അങ്ങനെ ഏകദേശം 6 ദിവസങ്ങളാണ് അവൻ അവിടെ കഴിഞ്ഞുകൂട്ടിയത്. ഓരോ ദിവസവും നിരന്തരമായിട്ടും അവൻ ഭൂമിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവന് ഒരു ബലവും ലഭിച്ചില്ല. അങ്ങനെ അവസാനം യുവാൻ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ഭൂമിയിൽ ഇനി മനുഷ്യരായിട്ട് ആരും തന്നെയില്ല. അങ്ങനെ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ വേദനയോടെ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യുവാൻ ബേസ് സ്റ്റേഷനിലുള്ള അവന്റെ ആ ഒരു മുറിയിൽ ഒരു വിചിത്രമായ സംസ്കാര ചടങ്ങിനായിട്ട് ആ റൂം അലങ്കരിക്കാൻ തീരുമാനിച്ചു. ഭൂമിയിലെ മനുഷ്യരെല്ലാവരും മരിച്ചു. അവൻ അവിടെ ഉണ്ടായിരുന്ന കുറെ പേപ്പറുകൾ ഉപയോഗിച്ച് ആ ഒരു മുറി നിറയെ അലങ്കരിച്ചു. അങ്ങനെ ഭൂമിയിൽ മരിച്ച എല്ലാ മനുഷ്യർക്കും വേണ്ടി അവനൊരു ആദരാഞ്ജലി തന്നെ അവിടെ അർപ്പിക്കുകയായിരുന്നു. അവനിപ്പോൾ താമസിക്കുന്ന ആ ഒരു ബേസ് സ്റ്റേഷനിൽ ഏകദേശം 300 പേർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് മുൻപോട്ടുള്ള ജീവിതം ഈ ഒരു ബേസ് സ്റ്റേഷനിൽ ഒറ്റയ്ക്കായിരിക്കും എന്ന ബോധ്യം യുവാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കുത്തഴിഞ്ഞ ജീവിതം തന്നെയാണ് യുവാൻ പിന്നീട് അങ്ങോട്ട് നയിച്ചത്. ഭൂമിയിലായിരുന്നപ്പോൾ കുറേയേറെ കാര്യങ്ങൾ അവൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ആ ഒരു ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇനി ചെയ്തു തീർക്കാമല്ലോ എന്നായിരുന്നു യുവാന്റെ ആലോചന. അങ്ങനെ അതിന്റെ ആദ്യ ഭാഗമായിട്ട് തന്നെ അവൻ പ്രണയിച്ചിരുന്ന ലാൻസിങ്ങിന്റെ മുറിയിലേക്ക് അവൻ കടന്നു കയറാൻ ശ്രമിച്ചു. പക്ഷേ ലാൻസിങ് ഉപയോഗിച്ച ആ ഒരു മുറി പാസ്വേഡ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയായിരുന്നു. അവൻ പല പാസ്വേഡുകൾ ഉപയോഗിച്ചെങ്കിലും ഒന്നും തന്നെ ശരിയായില്ല. അങ്ങനെ ഒടുവിൽ തളർന്നു കഴിഞ്ഞപ്പോൾ ഒരു എന്റർടൈൻമെന്റിന്, ഒരു വിനോദത്തിനായിട്ട് അവിടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്കേറ്റിംഗ് ബോർഡ് എടുത്ത് അവൻ ആ ചന്ദ്രനിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. പിന്നീട് സ്കേറ്റിംഗ് ബോർഡും ഉപയോഗിച്ച് ചന്ദ്രനിൽ കുറെ നേരം കറങ്ങി. അങ്ങനെ അവന് ഇഷ്ടം തോന്നിയ പല കാര്യങ്ങളും അവൻ ആ ദിവസങ്ങളിൽ ചെയ്തു കൂട്ടി. ദിവസങ്ങൾ കടന്നതോടെ ലാൻസിങ്ങിന്റെ മുറിയുടെ പാസ്വേഡ് കണ്ടെത്താനുള്ള അവന്റെ ശ്രമം അവനെ നിരാശയിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ പാസ്വേഡ് കണ്ടെത്താനാവാതെ തളർന്നപ്പോൾ ഒരു സ്ഫോടക വസ്തു ഉപയോഗിച്ച് ആ ഒരു മുറി തുറക്കാനായിട്ട് അവൻ തീരുമാനിച്ചു.
അങ്ങനെ ആ ഒരു സ്ഫോടക വസ്തു ഉപയോഗിച്ച് അവൻ ആ മുറി തുറക്കുകയും ലാൻസിങ് ഉപയോഗിച്ച ലാൻസിങ്ങിന്റെ ആ ഒരു മുറിയിൽ കടന്നതോടുകൂടെ ലാൻസിങ്ങിന്റെ യൂണിഫോം എടുത്ത് അവിടെ ഉണ്ടായിരുന്ന അവളുടെ ഒരു ഫോട്ടോ എടുത്ത് ആ ഒരു യൂണിഫോമിൽ കെട്ടിവെച്ച് അവളുടെ പോലെ ഒരു രൂപം ഉണ്ടാക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ലാൻസിങ്ങിന്റെ ആ ഒരു രൂപത്തിനോടായിരുന്നു അവൻ മുഴുവൻ നേരം സംസാരിച്ചത്. അവളെ അവിടെ പിടിച്ചിരുത്തി ഒരു ഡേറ്റിനൊക്കെ അവൻ ഒരുക്കി നിർത്തി. അവൻ ലാൻസിങ്ങിന്റെ ആ ഒരു രൂപത്തോട് സംസാരിക്കുകയും അവന്റെ പ്രണയം അവളോട് വെളിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ലാൻസിങ്ങിനോട് ആ ഒരു ഇഷ്ടം പറഞ്ഞതിന് ശേഷം ലാൻസിങ്ങിന്റെ രൂപത്തിന് അവനൊരു ചുംബനം നൽകി. പക്ഷേ അവൻ അറിയാതെ തന്നെ ഭൂമിയിലുള്ള UNMSന്റെ ജീവനക്കാർ ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. UNMSന്റെ പല ക്യാമറകളും ബേസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഭൂമിയിൽ ആ ഒരു ആസ്ട്രോയിഡ് വീണെങ്കിലും കുറേയേറെ ജനങ്ങൾ അവിടെയുള്ള ബങ്കറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. UNMS ആകട്ടെ അവരുടെ അണ്ടർഗ്രൗണ്ട് ബേസ് സ്റ്റേഷനിൽ അവർ അഭയം പ്രാപിച്ചു. അങ്ങനെ ഭൂമിയിലെ ബേസ് സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് ലാൻസിങ്ങും അവളുടെ കൂടെയുള്ള സംഘവുമെല്ലാം യുവാൻ ചന്ദ്രനിലെ ബേസ് സ്റ്റേഷനിൽ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ലൈവായിട്ട് തന്നെ കാണുകയാണ്. യുവാൻ ചെയ്ത ഈ ഒരു കാര്യങ്ങൾ കണ്ടപ്പോൾ ലാൻസിങ്ങിന് വളരെയധികം നാണക്കേട് തോന്നിപ്പോയി. അവർക്ക് യുവാൻ ചെയ്യുന്ന കാര്യങ്ങൾ ലൈവായിട്ട് കാണാൻ സാധിക്കുമെങ്കിലും അവനുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കത്തില്ല. അതിന്റെ കാരണം ആസ്ട്രോയിഡ് വീണത് മൂലം റേഡിയോ സംവിധാനങ്ങളെല്ലാം തകരാറിലായതാണ്. അങ്ങനെ ശബ്ദമൊന്നുമില്ലാതെ ഇവനുമായിട്ട് എങ്ങനെ കോണ്ടാക്ട് ചെയ്യുമെന്ന് അവർ ആലോചിച്ചു. അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സോ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ഭൂമിയിലില്ലായിരുന്നു. അവനുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും അവനെ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെങ്കിലും ഏകദേശം 2 വർഷങ്ങളെടുക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കെയാണ് UNMSന്റെ ചെയർമാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം ഗൗരവപരമായിട്ട് വീക്ഷിച്ചത്. ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തെ പറ്റി അവിടുത്തെ സ്റ്റാഫ്സിനെയും അവിടെ ആ ഭൂമിയിൽ ബങ്കറിലുള്ള മനുഷ്യരെയും എല്ലാം വളരെ വ്യക്തമായിട്ട് ഭൂമിയുടെ സാഹചര്യം അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു ആസ്ട്രോയിഡ് ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകളെയാണ് തകർത്ത് വീഴ്ത്തിയിരിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ട് ഭൂമിയിൽ പല സ്ഥലത്തും സുനാമികൾ ഉയർന്നു വരുന്നു. ഇതൊക്കെ കാരണം ഭൂമിയിലെ 30% ഭൂഖണ്ഡവും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ഇനി അധികം താമസിക്കാതെ ഈ ഭൂമിയിലുള്ള എല്ലാ സസ്യജാലങ്ങളും മൃഗങ്ങളും നമ്മൾ മനുഷ്യരും നശിച്ചു പോകും. ഭൂമിക്കടിയിലെ ബങ്കറുകളിൽ കഴിയുന്ന ആ ഒരു മനുഷ്യർ അവരാകട്ടെ അവരുടെ കയ്യിൽ ചെറിയ ചെടികളും ചെറിയ സസ്യങ്ങളും കരുതി വെച്ചിരുന്നു. ആ ഒരു ചെറിയ ചെടികളെല്ലാം അവർ പാത്രത്തിലിട്ട് വളർത്താൻ ശ്രമിച്ചെങ്കിലും സൂര്യപ്രകാശം ആ ഒരു ബങ്കറിലേക്ക് വരാത്തതിനാൽ അവയെ ജീവനോടെ നിലനിർത്താൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. ഇപ്പോൾ ബങ്കറിൽ കഴിയുന്ന ഈ ഒരു മനുഷ്യരെ രക്ഷിക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഭക്ഷണം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അങ്ങനെ ഭക്ഷണവും പതിയെ പതിയെ കുറഞ്ഞു വരുന്നത് മൂലം ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് രോഗങ്ങളും മാനസികമായിട്ടുള്ള വിഷമങ്ങളും വ്യാപകമായി തുടങ്ങി. അങ്ങനെയാണ് UNMSന്റെ ചെയർമാൻ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം ചിന്തിച്ചത്. ഭൂമിയിലെ ആൾക്കാരെല്ലാം വളരെയധികം മാനസികമായ സംഘർഷത്തിലാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ഒരു രൂക്ഷമായ ഈ ഒരു സാഹചര്യത്തിൽ യുവാനുള്ള ആ ഒരു ബേസ് സ്റ്റേഷനിലെ അവന്റെ ജീവിതം നമുക്ക് ലൈവ് സ്ട്രീം ചെയ്ത് ഭൂമിയിലെ ബങ്കറിൽ ജീവിക്കുന്ന ഈ ഒരു മനുഷ്യർക്ക് കാണിച്ചു കൊടുത്താലുമെന്ന് അയാൾ തീരുമാനിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, യുവാന്റെ ഈ ഒരു ജീവിതം കണ്ട് ഇവർക്ക് ചെറിയൊരു പ്രതീക്ഷയിലും ലഭിച്ചേക്കാമെന്നാണ് ആ ഒരു ചെയർമാൻ വിചാരിച്ചത്. എന്നാൽ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ യുവാന്റെ അടുത്ത് നിന്നുള്ള അവന്റെ ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് യുവാൻ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റൊരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചാണ് ആ ഒരു ജനങ്ങളുടെ മുൻപിൽ അത് പ്രദർശിപ്പിക്കാമെന്ന് ആ ഒരു ചെയർമാൻ തീരുമാനിച്ചത്. അങ്ങനെ അധികം വൈകാതെ അവരുടെ എല്ലാം ആ ഒരു കമാൻഡിംഗ് ചീഫായിട്ടുള്ള ലാൻസിങ് അവരുടെ ആ ഒരു വലിയ സ്പീക്കറിലൂടെ ജനങ്ങൾക്ക് മുൻപിൽ ഒരു വലിയ കാര്യം പ്രഖ്യാപനം ചെയ്യുകയാണ്. നമ്മൾ ചന്ദ്രനിൽ നിന്ന് ഒരു മനുഷ്യനെ കണ്ടെത്തിയിട്ടുണ്ട്. 30 ദിവസങ്ങൾക്ക് ശേഷം ഇയാളെ പറ്റിയുള്ള ഇയാളുടെ കാര്യങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ബങ്കറിലുണ്ടായിരുന്ന ആ ഒരു മനുഷ്യർക്ക് അവൾ ഇങ്ങനൊരു വാർത്ത അയക്കുകയാണ്. അങ്ങനെ ഏകദേശം 5 ആഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ്. യുവാൻ ചന്ദ്രനിലെ ആ ഒരു ബേസ് സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് തന്നെ അവന്റെ ജീവിതം തുടരുന്നു. എന്നാൽ കുറേയേറെ ദിവസങ്ങൾ കടന്നുപോയതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് അവന് വളരെയധികം ഡിപ്രഷൻ വരാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാത്ത യുവാൻ അവസാനം അവന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വരെ തീരുമാനിക്കുകയാണ്. അങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ബേസ് സ്റ്റേഷനിലെ സാങ്കേതിക വസ്തുക്കളും അങ്ങനെ മെഡിസിൻസ് എല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു മുറിയിലേക്ക് അവൻ കടന്നു ചെല്ലാൻ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയായിരുന്നു അവൻ സൂക്ഷിച്ചു വെച്ച ഭക്ഷണത്തിന്റെ പാക്കറ്റുകളെല്ലാം പൊട്ടി തുറന്നതായിട്ട് ആ നിലത്ത് കിടക്കുന്നത് അവൻ കണ്ടത്. അല്ല, ഈ ബേസ് സ്റ്റേഷനിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ഇതൊക്കെ ആരാണ് തുറന്നതെന്ന് അവന് സംശയമുണ്ടായി. അങ്ങനെ സംശയത്തോടു കൂടെ തന്നെ ബേസ് സ്റ്റേഷനിലെ ആ ഒരു മുറിയിലേക്ക് അവൻ നടന്നു കയറുകയാണ്. അങ്ങനെ നടന്നു കയറിയപ്പോഴാണ് ഒരു മനോഹരമായ സ്ത്രീയെ പോലെ തോന്നിക്കുന്ന ഒരു നിഴൽ രൂപം മറു സൈഡിൽ അവൻ കിടന്നുറങ്ങുന്നതായിട്ട് കണ്ടത്. ആ ഒരു ശരീരത്തിന്റെ ഘടന കണ്ടപ്പോൾ അതൊരു സ്ത്രീ ആയിരിക്കുമെന്ന് തന്നെ യുവാൻ വിചാരിച്ചു. എന്നാൽ അടുത്തെത്തി അവൻ ആ കർട്ടൻ തുറന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ രൂപം ഒരു സ്ത്രീയുടേതല്ലെന്നും ഒരു കങ്കാരുവിന്റെ ആണെന്ന് അവന് മനസ്സിലായതും. UNMSന്റെ ആ ഒരു ഗവേഷണ സംഘം ഗവേഷണത്തിനായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന ഒരു കങ്കാരുവാണ്.
തിരിച്ചു ഭൂമിയിലേക്ക് പോകുമ്പോൾ ഇതിനെ കൂടെ കൂട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് ഗവേഷണ സംഘം ഈ ഒരു ബേസ് സ്റ്റേഷനിൽ ആ ഒരു കങ്കാരുവിനെ ഉപേക്ഷിച്ചു പോയത്. യുവാൻ ആ ഒരു കങ്കാരുവിനെ കണ്ട ഇതേ സമയത്ത് തന്നെയാണ് ലാൻസിംഗ് ഭൂമിയിൽ ആ ഒരു ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബങ്കറിലുണ്ടായിരുന്നവരെല്ലാം അത് കണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സ്ക്രീനിൽ ആദ്യമായി കാണുന്നത് ഒരു വലിയ കങ്കാരുവിനെയാണ്. ഇതേ സമയത്ത് തന്നെ യുവനമസ് ഏർപ്പാടാക്കിയ ആ ഒരു ഡബ് ആർട്ടിസ്റ്റ് അയാളുടെ പണിയും തുടങ്ങി. തുടക്കത്തിൽ തന്നെ ഗുഡ് മോർണിംഗ് എവരിവൺ എന്ന് പറഞ്ഞ് അയാൾ തുടങ്ങി. എന്നാൽ ഇപ്പോൾ ലൈവ് സ്ട്രീമിൽ ഇരിക്കുന്നത് ഒരു കങ്കാരുവാണ്. ആ ഒരു വാക്കുകൾ കേട്ടപ്പോഴേക്ക് തന്നെ ഭൂമിയിലെ മുഴുവൻ കാണികളും വിചാരിച്ചത് ആ ഒരു കങ്കാരുവാണ് സംസാരിക്കുന്നതെന്നാണ്. പക്ഷേ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയ ആ ഒരു ഡബ് ആർട്ടിസ്റ്റ് അയാൾ പെട്ടെന്ന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഫ്ലൂട്ട് എടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ആ ഒരു ശബ്ദം ലേറ്റ് ആയിട്ട് വന്നതാണെന്നും അത് യഥാർത്ഥത്തിൽ യുവാന്റെ തന്നെ ശബ്ദമാണെന്നും ആ ഒരു ജനങ്ങളെല്ലാം വിശ്വസിച്ചു. അവസാനം അവർ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടക്കാതെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ഡബ്ബിങ്ങിന് പകരം അവർ ചെയ്യുന്ന കാര്യങ്ങളെയെല്ലാം ഒരു കഥ പോലെ പറയാനായിട്ട് ആ ഒരു ഡബ് ആർട്ടിസ്റ്റിനോട് ലാൻസിംഗ് പറയുകയാണ്. അങ്ങനെ ലൈവ് സ്ട്രീമിലുള്ള കാര്യങ്ങളെല്ലാം കഥ പോലെ വിവരിക്കുകയാണ് ആ ഒരു ഡബ് ആർട്ടിസ്റ്റ്. ഇതേ സമയത്ത് തന്നെ ചന്ദ്രനിലെ ആ ഒരു ബേസ് സ്റ്റേഷനിൽ യുവാൻ ആ ഒരു കങ്കാരുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുകയാണ്. ഗവേഷണത്തിന് കൊണ്ടുവന്ന ആ ഒരു കങ്കാരു ഒരു അക്രമാസക്തനാണ്. അവിടെയുള്ള ഫുഡും വസ്തുക്കളും എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നത് ആ ഒരു കങ്കാരു കാരണമാണെന്നും യുവാനും മനസ്സിലായി. അങ്ങനെ ഒരു വിധത്തിൽ അവന് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു മരുന്നെടുക്കാൻ വേണ്ടി അവൻ കങ്കാരുള്ള ആ ഒരു മുറിയിലേക്ക് കയറാൻ ഒരുങ്ങുകയാണ്. കയ്യിലാകട്ടെ ഒരു ഷവ്വലെല്ലാം കരുതി വെച്ചിട്ടാണ് അവൻ അകത്തേക്ക് കയറിപ്പോയത്. അങ്ങനെ ഒരു വിധത്തിൽ കങ്കാരുവിനെ മറികടന്ന് ആ ഒരു മരുന്നെടുക്കാൻ വന്നപ്പോഴാണ് കങ്കാരു അതാ അവന്റെ തൊട്ടു പുറകെ നിൽക്കുന്നു. അവസാനം ആ ഒരു ഷവ്വൽ ഉപയോഗിച്ച് അവൻ ആ കങ്കാരുവിനെ ഫൈറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും കങ്കാരു അതെല്ലാം നിസ്സാരമായിട്ട് കൈ കൊണ്ട് ഒടിച്ചു കളയുകയാണ്. അവസാനം ഒന്നും ചെയ്യാൻ മാർഗമില്ലാതെ നിന്ന യുവാനെ ആ ഒരു കങ്കാരു അവിടെ വെച്ച് നന്നായിട്ട് പെരുമാറുകയാണ്. അവനെ അടിച്ച് ആ ഒരു മുറിക്ക് വെളിയിലേക്ക് ഇട്ടു. എങ്കിലും യുവാൻ അതൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ ആ മരുന്ന് എങ്ങനെങ്കിലും എടുക്കണം. അതിനായിട്ട് ഒരു പുതിയ പദ്ധതി അവൻ മനസ്സിൽ കണ്ടു. അവനൊരു പെൺ കങ്കാരുവിന്റെ വേഷം ധരിച്ച് ആ ഒരു കങ്കാരുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ ഒരു പെൺ കങ്കാരുവിന്റെ വേഷം കണ്ടപ്പോൾ തന്നെ ആ ഒരു കങ്കാരു അതിലങ്ങ് വീണുപോയി. ആ ഒരു കങ്കാരുവിനെ ഡിസ്ട്രാക്ട് ചെയ്ത ഈ ഒരു സമയം നോക്കി തന്നെ യുവാന് ആ ഒരു മരുന്നെടുക്കാൻ ചെന്നെങ്കിലും പുറകെ വന്ന ആ ഒരു കങ്കാരു പെൺ കങ്കാരു ആണെന്ന് കരുതി യുവാനെ അങ്ങ് കീഴ്പ്പെടുത്തുകയാണ്. പെൺ കങ്കാരുവിനെ കണ്ട് വികാരത്തിലിരുന്ന ആ ഒരു കങ്കാരു അതിന്റെ പരിധി വിട്ട് അവനെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ യുവാനെ രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു മുഖമുടി മാറ്റിയപ്പോഴാണ് കങ്കാരുവിന് മനസ്സിലായത് അവൻ പറ്റിക്കപ്പെട്ടുവെന്ന്. ഒരു വിധത്തിൽ ഒന്ന് മൂടായിട്ട് വന്നതായിരുന്നു നമ്മുടെ കങ്കാരു. അത് യുവാനാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ കങ്കാരു ഒന്നും നോക്കിയില്ല, അവനെ ചവിട്ടി ആ മുറിക്ക് വെളിയിലാക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ കങ്കാരു ആ മുറിയിൽ നിന്നിറങ്ങി മറ്റു മുറികളിലേക്ക് നീങ്ങി തുടങ്ങി. യുവാനാകട്ടെ ആ ഒരു ബേസ് സ്റ്റേഷനിലുള്ള 3D പ്രിന്റിംഗ് ഡിവൈസ് ഉപയോഗിച്ച് ഒരു വലിയ തോക്ക്, ഒരു മെഷീൻ ഗൺ ഉണ്ടാക്കുകയാണ്. ആ ഒരു മെഷീൻ ഗണ്ണിലാകട്ടെ പ്ലാസ്റ്റിക് പോലുള്ള ചെറിയ ബോളുകളാണ്. അങ്ങനെ ആ ഒരു മെഷീൻ ഗണ്ണുമായിട്ട് യുവാൻ ആ ഒരു കങ്കാരുവിന്റെ മുൻപിൽ വന്നു നിന്നു. മെഷീൻ ഗണ്ണും അതിലെ ആ ഒരു ബോളും ഉപയോഗിച്ച് അവൻ ആ കങ്കാരുവിനെ കീഴ്പ്പെടുത്താൻ പണിയെടുക്കുകയായിരുന്നു. ആ കങ്കാരു ഓടിപ്പോയെങ്കിലും ഒരു സമയമായപ്പോൾ യുവാന് നേരെയും ആ ഒരു കങ്കാരു തിരിഞ്ഞു. അവസാനം കങ്കാരു യുവാനും പരസ്പരം അവിടെ ഒരു വലിയ ഫൈറ്റ് ആവുകയാണ്. അങ്ങനെ അവർ പരസ്പരം ഏറ്റുമുട്ടി. അങ്ങനെ നീണ്ട പോരാട്ടത്തിന് ശേഷം അവർ രണ്ടുപേരും ഒരേ സമയം നിലത്ത് വീണുപോയി. ഭൂമിയിലെ യുവനമസിലുണ്ടായിരുന്ന അവരുടെ സംഘത്തിലെ ആൾക്കാരെല്ലാം ലൈവ് സ്ട്രീമായിട്ട് തന്നെ ഇത് കാണുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇവിടെ ഫൈറ്റ് കൂടുന്നത് കണ്ടപ്പോൾ അവരുടെ ഉള്ളിലും ചെറിയ ആശങ്ക കയറാൻ തുടങ്ങി. അവർ അങ്ങനെ ഒരു വിധത്തിൽ യുവാനുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ റേഡിയോ കണക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് യുവാനോട് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ യുവാൻ ഒടുവിൽ ഉണർന്നെഴുന്നേറ്റ് നോക്കിയപ്പോൾ റേഡിയോ ഡിവൈസിൽ ആരോ സംസാരിക്കുന്നത് പോലെ ഒരു വേവ് പാറ്റേൺ അവൻ കാണുകയാണ്. ശബ്ദമൊന്നും കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും ആരോ എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് യുവാന് മനസ്സിലായി. അങ്ങനെ അവൻ ആ ഒരു സ്ക്രീനിന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ആ ഒരു ചെറിയ ശബ്ദം തന്നെ ഭൂമിയിൽ അവനെപ്പോലെ ജീവനോടെ ആൾക്കാരുണ്ടെന്ന് അവനൊരു നല്ല വാർത്ത തന്നെ കൊടുക്കുകയായിരുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അവൻ ആശ്വാസമായി. ഉടനെ തന്നെ അവൻ കണ്ണു നിറഞ്ഞ് അവിടെ കരഞ്ഞു. അല്ല, ഇത്രയും നാളും ഈ ഒരു സ്റ്റാറ്റിക് റേഡിയോ സിഗ്നൽ കിട്ടാതിരുന്നിട്ട് ഇപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ട്. എന്നാൽ ശരിക്കും ആ ഒരു കങ്കാരുവിന്റെ ആ ഒരു വാല് റേഡിയോയുടെ ആ ഒരു കേബിളിൽ പലവട്ടം തട്ടിയത് കൊണ്ട് മൂലമാണ് അവർക്ക് പിന്നീടും ആ ഒരു റേഡിയോ സിഗ്നല് ലഭിച്ചത്. ഈ ഒരു കാര്യം യുവനമസോ യുവാനോ ആരും തന്നെ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ തിരിച്ചു ഭൂമിയിലേക്ക് പോകാനാകുമെന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് യുവാന്. ആദ്യമേയൊക്കെ യുവാനും ആ ഒരു കങ്കാരുവും അടികൂടിയെങ്കിലും പിന്നീട് അവർ നല്ല കൂട്ടുകാരാവുകയാണ്. യുവാനും ആ ഒരു കങ്കാരുവും ഒരുമിച്ച് ഭൂമിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവർക്ക് തിരിച്ചു പോകാൻ ഒരു അവസരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർക്ക് തോന്നി തുടങ്ങി. അങ്ങനെ 200 ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്.
ഇത്രയേറെ ദിവസവും യുവാൻ ഭൂമിയുമായിട്ട് എങ്ങനെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് നോക്കുകയായിരുന്നു. അവൻ ലൈവായിട്ട് പലവട്ടം വീഡിയോ കോളും അങ്ങനെ പല രീതിയിലും കണക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും അവനൊന്നും തന്നെ കിട്ടിയില്ല. ഏതായാലും യുവാനും ആ ഒരു കങ്കാരുവും ഇപ്പോൾ ഒരു കുടുംബം പോലെയാണ്. അതുമാത്രമല്ല, ഭൂമി ഇനി അവരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമവും ചെയ്യത്തില്ലെന്ന് യുവാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് യുവാൻ ഒരു കാര്യം കണ്ടെത്തിയത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ മറ്റൊരു ഭാഗത്ത് അപ്പോളോ 18 മിഷന്റെ ഭാഗമായിട്ട് അവർ ഉപയോഗിച്ച ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് അവശിഷ്ടമായിട്ട് അവിടെ കിടക്കുകയാണ്. ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് എങ്ങനെയെങ്കിലും നമ്മുടെ ബേസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഉപകാരപ്രദമായിരിക്കുമെന്ന് യുവാൻ കണ്ടെത്തി. അങ്ങനെ സ്പേസ് ക്രാഫ്റ്റിന് മാറ്റങ്ങൾ വരുത്തി അത് വീണ്ടെടുക്കാമെന്ന് യുവാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ ഭൂമിയിലെ UNMS സംഘം യുവാനെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ഈ ഒരു പുതിയ പദ്ധതി കണ്ട് ഇതിൽ അവനെ സഹായിക്കാൻ പറ്റുമോ എന്ന് അവർ പരമാവധി പരിശോധിച്ചു. അങ്ങനെ ആ ഒരു അപ്പോളോ 18 സ്പേസ് ക്രാഫ്റ്റ് എടുക്കുന്നതിന് വേണ്ടി യുവാനും ആ ഒരു കങ്കാരുവും അവർ ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്ന ലുണാർ റോവറിൽ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ അധികം വൈകാതെ തന്നെ അവർ അപ്പോളോ സ്പേസ് ക്രാഫ്റ്റിനെ കണ്ടെത്തുകയാണ്. യുവാൻ അങ്ങനെ ചില പരിശോധനകൾ അതിൽ നടത്തി. അങ്ങനെ ചെറിയ തിരുത്തലുകളും ചെറിയ റിപ്പയർമെന്റും ഒക്കെ നടത്തുകയാണെങ്കിൽ ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് വർക്ക് ആകുമെന്ന് അവന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ തിരികെ ആ ഒരു അപ്പോളോ സ്പേസ് ക്രാഫ്റ്റുമായിട്ട് അവർ ബേസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. യുവാന് പിന്നീടുള്ള ദിവസങ്ങൾ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ വളരെയധികം കഠിനമായിട്ട് പ്രയത്നിക്കുകയായിരുന്നു. ഭൂമിയിലെ ആളുകളാകട്ടെ ദിവസം തോറും യുവാന്റെ ഈ ഒരു കഠിന പ്രയത്നം കണ്ടുകൊണ്ടിരുന്നു. യുവാനാകട്ടെ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് റിപ്പയർ ചെയ്യുന്നത് കണ്ട് അവിടുത്തെ ആൾക്കാർ അതിശയിച്ചു പോയി. അങ്ങനെ അപ്പോളോ 18 എന്ന ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് റിപ്പയർ ചെയ്യുന്നതിനിടയിൽ യുവാൻ ഒരു വലിയ തടസ്സം കണ്ടുപിടിച്ചു. ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് 22 പൗണ്ടിൽ കൂടുതൽ ഭാരം അതിന് താങ്ങാൻ കഴിയത്തില്ല. എന്നാൽ അവന്റെ കൂടെയുള്ള കങ്കാരുവിന്റെ തൂക്കം തന്നെ അതിനേക്കാൾ വളരെ കൂടുതലാണ്. യുവാൻ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ അവന് മറ്റൊരു മാർഗവും കാണാതെയായി. ഒരു കാര്യം മാത്രമേ അവന്റെ മുൻപിലുള്ളൂ, ആ കങ്കാരുവിനെ എങ്ങനെയും ഇവിടെ ഉപേക്ഷിക്കുക. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കങ്കാരുവിനെ കൂട്ടിക്കൊണ്ട് ആ ഒരു റോവറിൽ ചന്ദ്രന്റെ ഒരു ഭാഗത്തേക്ക് അവൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവന്റെ ആ ഒരു കങ്കാരുവിനെ അവൻ അവിടെ ഉപേക്ഷിച്ചിട്ട് തിരികെ റോവറിൽ ബേസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ആ കങ്കാരു ആകട്ടെ അവനെ വിടാൻ മനസ്സിലായിരുന്നു. അവന്റെ പുറകെ തന്നെ ഓടി വന്ന് ആ ഒരു റോവറിൽ തിരികെ കയറുകയാണ്. എന്തായാലും കങ്കാരു അവനെ വിട്ടുപോകുന്ന ലക്ഷണമില്ലെന്ന് യുവാൻ മനസ്സിലാക്കി. ഇനി ആ സ്പേസ് ക്രാഫ്റ്റിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിൽ വലിയ മാറ്റങ്ങൾ വരുത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു യുവാൻ. അങ്ങനെ കൂടുതൽ ശക്തമായ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾക്കായിട്ട് അവൻ വളരെയധികം പഠനങ്ങളും ഗവേഷണവും ആരംഭിച്ചു. അതിനിടെയാണ് ഒരു സൂപ്പർ വെപ്പൺ പ്രോട്ടോടൈപ്പ് പഴയ ബേസിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അവൻ കണ്ടെത്തിയത്. ആ ഒരു പ്രോട്ടോടൈപ്പിന്റെ സഹായത്തോടു കൂടെ തന്നെ ഈ ഒരു സ്പേസ് ഷിപ്പിനെ നന്നായിട്ട് റിപ്പയർ ചെയ്തെടുക്കാമെന്ന് യുവാനും മനസ്സിലായി. എന്നാൽ ആ ഒരു സൂപ്പർ വെപ്പൺ പ്രോട്ടോടൈപ്പ് ആകട്ടെ വളരെയധികം ദൂരെ അങ്ങ് അകലെയാണ്. അങ്ങനെ ആ ഒരു പ്രോട്ടോടൈപ്പ് എടുക്കുന്നതിന് വേണ്ടി യുവാനും അവന്റെ കൂടെ ആ ഒരു കങ്കാരുവും റോവറിൽ യാത്ര തുടങ്ങുകയാണ്. അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളെല്ലാം അവർ അവരുടെ കൂടെ കരുതിയിട്ടുണ്ട്. അവർ അങ്ങനെ പകൽ യാത്ര ചെയ്തും രാത്രിയിൽ വണ്ടി നിർത്തിയും അങ്ങനെ യാത്ര തുടർന്നു. അവർക്ക് വളരെയധികം ദൂരമാണ് താണ്ടാനുള്ളത്. കാരണം അവരുടെ പഴയ ബേസ് സ്റ്റേഷൻ ആകട്ടെ ചന്ദ്രന്റെ മറുവശത്താണ്. എന്നാൽ യുവാന്റെ ഈ ഒരു യാത്രയിൽ UNMSന് അവർക്ക് വളരെയധികം ആശങ്ക തോന്നി. കാരണം ചന്ദ്രനിൽ 14 ദിവസത്തിൽ മാത്രമാണ് സൂര്യപ്രകാശമുള്ളത്. യുവാൻ ഓടിക്കുന്ന ആ ഒരു റോവർ ആകട്ടെ അതിന്റെ എനർജി ലഭിക്കുന്നതും ഈ ഒരു സൂര്യപ്രകാശത്തിൽ നിന്നാണ്. യുവാന് അവന്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ആ ഒരു പഴയ ബേസ് സ്റ്റേഷനിലേക്ക് എത്താൻ 61 ദിവസം മാത്രമേ അവന്റെ മുൻപിൽ ബാക്കിയുള്ളൂ. അവരുടെ യാത്രയുടെ ആദ്യ ദിവസമൊക്കെ യുവാനും ആ ഒരു കങ്കാരും ഒരുമിച്ച് അവരുടെ നേരം സന്തോഷത്തോടെ ഇരിക്കുകയും പരസ്പരം വിനോദത്തിലൊക്കെ ഏർപ്പെട്ട് അവരുടെ സമയം അവർ അങ്ങനെ ചെലവഴിച്ചു. എന്നാൽ ദിവസങ്ങൾ കൂടുന്തോറും അവർക്ക് വളരെയധികം മടുപ്പ് തോന്നി. വളരെയധികമായിട്ട് അവർക്ക് ബോറടിക്കാൻ തുടങ്ങി. ഒരു ദിവസം യുവാൻ ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ ആ ഒരു കങ്കാരു വാഹനം ഓടിച്ചുകൊണ്ട് അവനോട് സംസാരിക്കുന്നതാണ്. എന്നാൽ അത് അവന്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ പ്രയാസപ്പെട്ട് യാത്ര ചെയ്താണ് ആ ഒരു പഴയ ബേസ് സ്റ്റേഷനിൽ അവർ എത്തിച്ചേർന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സൂപ്പർ വെപ്പൺ പ്രോട്ടോടൈപ്പ് യുവാൻ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ മെഷീൻ്റെ ഒക്കെ സഹായത്തോടെ ഒരു വിധത്തിൽ അവൻ ശ്രദ്ധയോടെ അത് താഴേക്ക് ഇറക്കി. ഈ സമയത്തായിരുന്നു ആ ഒരു കങ്കാരു അവിടെ ഉണ്ടായിരുന്ന ഒരു ബട്ടണിൽ അമർത്തി കളിക്കാൻ തുടങ്ങിയത്. ഇത് കണ്ടപ്പോൾ യുവാൻ പെട്ടെന്നൊന്ന് പാനിക്കായി. എന്നാൽ അത് വെറും ഇൻസ്പെക്ഷനുള്ള ബട്ടണാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് യുവാൻ ഒന്ന് സമാധാനമായത്. ഇങ്ങനെ മുൻപോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കങ്കാരു അവന്റെ തലവേദനയായി മാറുമെന്ന് യുവാന് തോന്നി തുടങ്ങി. തിരികെ ഇനിയും ദിവസങ്ങളെടുത്ത് വേണം അവന് അവന്റെ ബേസ് സ്റ്റേഷനിലേക്ക് എത്താൻ. അപ്പോൾ യാത്രയിലുടനീളം കങ്കാരു കൂടെ ഉണ്ടെങ്കിൽ അവന് വളരെ ബുദ്ധിമുട്ടും അവന് വളരെ ദേഷ്യവും തോന്നും. അതുകൊണ്ട് അവരുടെ ആ ഒരു വണ്ടിയുടെ പുറകിലുള്ള ആ ഒരു ട്രങ്കിൽ തന്നെ കങ്കാരുവിനെ അവൻ ലോക്ക് ചെയ്തു വെക്കുകയാണ്. അങ്ങനെ ആ ഒരു സൂപ്പർ വെപ്പൺ പ്രോട്ടോടൈപ്പും കങ്കാരുവിനെയും ആ ഒരു ട്രങ്കിൽ വഹിച്ചുകൊണ്ട് യുവാൻ അവന്റെ തിരികെയുള്ള യാത്ര തുടങ്ങി. തിരികെയുള്ള അവന്റെ യാത്രയിൽ ചെവിയിൽ പാട്ടൊക്കെ വെച്ചാണ് അവൻ യാത്ര തുടർന്നത്. എന്നാൽ ഒരു സമയം ആയപ്പോഴാണ് പുറകിലുണ്ടായിരുന്ന ആ ഒരു ട്രങ്ക്
അതായത് കങ്കാരുവിനെ ലോക്ക് ചെയ്ത ആ ഒരു ട്രങ്ക് വാഹനത്തിൽ നിന്ന് ഊരിപ്പോരുകയാണ്. പാട്ട് കേട്ടുകൊണ്ടിരുന്ന യുവാനാകട്ടെ ഈ കാര്യമൊന്നും അറിയാതെ പോയി. അങ്ങനെ 100 കണക്കിന് മൈലുകളാണ് യുവാൻ സഞ്ചരിച്ചത്. കുറെ സഞ്ചരിച്ച ശേഷം അവസാനമാണ് യുവാന് കാര്യം മനസ്സിലായത്. അവന്റെ പുറകിലുണ്ടായിരുന്ന ആ ഒരു ട്രങ്ക് വാഹനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന്. അതിലാണ് ആ കങ്കാരു ഉള്ളത്. തിരികെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ 100 മൈലുകൾ അവന് പിന്നെയും താണ്ടണം. അങ്ങനെ തിരികെ പോവുകയാണെങ്കിൽ അവന് മുൻപിലുള്ള സൂര്യപ്രകാശം നഷ്ടപ്പെടാനും ഇടയാകും. ആദ്യത്തെ അവന്റെ തീരുമാനത്തിൽ തിരികെ അവന്റെ സ്റ്റേഷനിലേക്ക് തന്നെ പോകാനായിട്ടാണ് അവൻ തീരുമാനിച്ചത്. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴാണ് യുവാന് വളരെ ബുദ്ധിമുട്ട് തോന്നിയത്. അങ്ങനെ മനസ്സലിവ് തോന്നി യുവാൻ അവന്റെ വണ്ടി തിരികെ എടുക്കുകയാണ്. ഇവന്റെ ഈ യാത്ര മുഴുവൻ ഭൂമിയിലെ ജനങ്ങളെല്ലാം ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. യുവാൻ എടുത്ത ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് ഭൂമിയിലെ എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു. അങ്ങനെ അധികം വൈകാതെ തന്നെ യുവാൻ കങ്കാരുവിനെ തിരികെ വീണ്ടെടുക്കുകയാണ്. ഇതിനുശേഷമുള്ള ബേസ് സ്റ്റേഷനിലേക്കുള്ള അവരുടെ യാത്രയിൽ അവരുടെ മുൻപിലുള്ള സൂര്യപ്രകാശം പതിയെ പതിയെ അണയാനായിട്ട് തുടങ്ങി. മൊത്തത്തിൽ ആ ഒരു ചന്ദ്രനിൽ സൂര്യപ്രകാശം അങ്ങനെ ഇല്ലാതാവുകയാണ്. അധികം വൈകാതെ തന്നെ അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്ന തണുപ്പും വർദ്ധിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് മറ്റു വഴിയില്ലാത്തത് കൊണ്ട് യുവാൻ അവന്റെ വണ്ടിയിലുണ്ടായിരുന്ന ആ ഒരു ഹീറ്റർ ഓണാക്കുകയാണ്. ഇനി വെറും 35 മൈൽ മാത്രം ബാക്കിയിരിക്കെ അവരുടെ ബാറ്ററി മുഴുവനായിട്ടും തീർന്നു. അങ്ങനെ വഴിയിൽ വെച്ച് തന്നെ അവരുടെ കാറ് നിന്നു പോവുകയാണ്. അങ്ങനെ യുവാൻ അവൻ ചെയ്ത എല്ലാ പ്രവർത്തികളും ശ്രമങ്ങളും അവിടെ പരാജയപ്പെടുകയും എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാമെന്ന രീതിയിൽ മരണത്തെ മുൻപിൽ കണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. വണ്ടിയിൽ വെച്ച് ലാങ്സിങ്ങിന്റെ ആ ഒരു ചിത്രത്തിൽ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെക്കുറിച്ചും അവളുമായിട്ടുള്ള ഓർമ്മകളെക്കുറിച്ച് അവനങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് പുറകിലെ ട്രങ്കിലുള്ള കങ്കാരു ഒരു കാര്യം ചെയ്യുന്നത് യുവാൻ ശ്രദ്ധിച്ചത്. എവിടെയോ കണ്ട ഒരു റിഫ്ലക്റ്റഡ് ലൈറ്റ്, അതിനെ ഫോളോ ചെയ്യുകയാണ് ആ ഒരു കങ്കാരു. ഇത് കണ്ടപ്പോൾ തന്നെ യുവാന് മനസ്സിലൊരു ആശയം തോന്നി. അവൻ ഉടൻ തന്നെ വണ്ടിയുടെ വെളിയിലിറങ്ങി ട്രങ്ക് ഓപ്പൺ ചെയ്ത് കങ്കാരുവിനെ വെളിയിലേക്ക് ഇറക്കി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ടൂൾസ് എല്ലാം ഉപയോഗിച്ച് ഒരു സ്കേറ്റിംഗ് ബോർഡ് അവൻ തരപ്പെടുത്തി എടുക്കുകയാണ്. ആ ഒരു സ്കേറ്റിംഗ് ബോർഡ് കങ്കാരുവിന്റെ ദേഹത്തേക്ക് കെട്ടിവെച്ചതിനു ശേഷം യുവാൻ അങ്ങനെ കങ്കാരുവിനെ കൊണ്ട് തന്നെ ആ ഒരു യാത്ര തുടരുകയാണ്. മുമ്പിലേക്ക് പോകുന്ന കങ്കാരുവിന് മുൻപിൽ വെളിച്ചം ഇട്ടുകൊണ്ട് കൃത്യമായ വഴി കാണിച്ച് ആ ഒരു സ്കേറ്റിംഗ് ബോർഡ് കങ്കാരുവിനെ കൊണ്ട് തന്നെ അവൻ വലിക്കുകയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ മുൻപിലതാ വലിയൊരു കുഴി. എന്നാൽ കങ്കാരു നിസാരമായിട്ട് തന്നെ എടുത്തു ചാടുകയാണ്. അതിന്റെ കൂടെ തന്നെ യുവാന്റെ ജെറ്റ് പാക്കിലുണ്ടായിരുന്ന ആ ഒരു എയർ പ്രഷറിന്റെ സഹായത്തോടു കൂടെ തന്നെ ആ ഒരു വലിയ കുഴി നിസ്സാരമായിട്ട് അവർ രണ്ടുപേരും ചാടിക്കടന്നു. ഈ ഒരു കാര്യം അറിഞ്ഞ ഭൂമിയിലെ ജനങ്ങളും അവിടുത്തെ UNMSന്റെ സ്റ്റാഫുകളുമെല്ലാം വളരെയധികം സന്തോഷിച്ചു. യുവാനുമായിട്ട് ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു ഡിവൈസ് ഫിക്സ് ചെയ്യാൻ ഇനിയൊരു 3 മാസത്തിന്റെ ആവശ്യം മാത്രമേ അവർക്കുള്ളൂ. അങ്ങനെ ഈ ഒരു ഇൻസിഡന്റ് എല്ലാം നടന്നിട്ട് ഏകദേശം 512 ദിവസങ്ങൾ കടന്നിരിക്കുകയാണ്. യുവാൻ അവന് പറ്റുന്നതുപോലെ പരമാവധി അപ്പോളോ 8ന്റെ സ്പേസ് ഷിപ്പ് ശരിയാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതൊരു പഴയ സ്പേസ് ഷിപ്പ് ആയതുകൊണ്ട് അതിനെ തിരിച്ച് റിപ്പയർ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും യുവാൻ അവന് പറ്റുന്നതുപോലെയൊക്കെ ശരിയാക്കാനായിട്ട് ശ്രമിച്ചു. അതിനിടയിലാണ് യുവാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കുറെ നാളുകൾക്ക് മുൻപ് അവൻ കണ്ട ആ ഒരു റേഡിയോ വേവ് സിഗ്നൽ അത് പിന്നീടും ആ ഒരു മോണിറ്ററിൽ പ്രത്യക്ഷമായിരിക്കുന്നു. സന്തോഷത്തോടെ അവൻ അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാക്കിയത്. അതിന്റെ തൊട്ടടുത്തുള്ള അതിന്റെ വയറിങ്ങിൽ ആ ഒരു കങ്കാരു തട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ആ ഒരു നീക്കം കാരണം മാത്രമായിരുന്നു അവിടെ റേഡിയോ സിഗ്നൽ ഉണ്ടായത്. ഇത് മനസ്സിലാക്കിയപ്പോൾ യുവാൻ യഥാർത്ഥത്തിൽ തളർന്നുപോയി. ഭൂമിയിൽ അവനെ കാത്ത് കുറെ മനുഷ്യരുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്രയും നാളും അവൻ മുൻപോട്ടേക്ക് നീങ്ങിയത്. എന്നാൽ ആ സിഗ്നല് വെറുതെ സ്റ്റാറ്റിക് ആയിട്ട് ഉണ്ടായതാണെന്ന് അറിഞ്ഞപ്പോൾ യുവാന് വളരെ സങ്കടമായി. യുവാന് ആ ഒരു കങ്കാരുവിനെ വളരെയധികം ചീത്ത പറഞ്ഞു. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് യുവാൻ വളരെയധികം ഡിപ്രഷനിലായി. ഇതേസമയം ഭൂമിയിലെ UNMS ആകട്ടെ അവരുടെ പരമാവധി ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ശരിയാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെ ലാങ്സിങ് ബങ്കറിലുള്ള ജനങ്ങളോട് ഒരു അനൗൺസ്മെന്റ് പോലെ ഒരു കാര്യം തുറന്നു പറയുകയാണ്. യുവാൻ ഇപ്പോൾ ഒരു ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് തന്നെയായിരുന്നു. ഞങ്ങളാണ് മൂണിൽ അവനെ ഉപേക്ഷിച്ചിട്ട് തിരികെ ഭൂമിയിലേക്ക് വന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ഹീറോയോ വലിയ സമർത്ഥനോ ഒന്നുമല്ല അവൻ. അവനൊരു സാധാരണക്കാരൻ മാത്രമാണ്. യുവാന് കരുത്തായിട്ട് നമ്മളെല്ലാം അവന്റെ കൂടെ ഉണ്ടാകണമെന്ന് ലാങ്സിങ് പറഞ്ഞു. അങ്ങനെ യുവാനെ സഹായിക്കാനായിട്ട് ആ ജനങ്ങളും അവരുടെ കൂടെ ഒത്തുകൂടി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചും വെളിച്ചവും എല്ലാം ഉപയോഗിച്ച് അവിടെയുള്ള ലൈറ്റ് ഹൗസിന്റെ ഒക്കെ സഹായത്തോടു കൂടി തന്നെ അവർ ആകാശത്തേക്ക് ഒരേ സമയത്ത് പ്രകാശം ഉയർത്തിപ്പിടിച്ചു. ഇതേസമയം ചന്ദ്രനിലെ ബേസ് സ്റ്റേഷനിലുള്ള യുവാൻ സ്പേസ് സ്യൂട്ട് ഉപയോഗിച്ച് വെളിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രതീക്ഷയില്ലാത്ത ഈ ലോകത്ത് മരിക്കാനായിട്ടായിരുന്നു യുവാന്റെ ഒരുക്കം. അവൻ പതിയെ അവന്റെ ഓക്സിജന്റെ ആ ഒരു ടാങ്ക് അങ്ങ് റിലീസ് ചെയ്തു. അങ്ങനെ മരണത്തിന്റെ വക്കിലെത്തിയപ്പോഴാണ് യുവാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഭൂമിയിൽ നിന്ന് അതാ വലിയൊരു വെളിച്ചം. മനുഷ്യരുടെ സാന്നിധ്യമുണ്ടെന്ന് യുവാൻ അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്ന വെളിച്ചമായിരുന്നു അത്. യുവാൻ അങ്ങനെ സന്തോഷത്തോടെ ആ ഒരു ഭൂമിയിലെ വെളിച്ചം നോക്കി നിന്നു.
അങ്ങനെ തിരികെ സന്തോഷത്തോടെ യുവാൻ അവൻ്റെ ബേസ് സ്റ്റേഷനിലേക്ക് പോയി. അപ്പോളോ എന്ന ആ ഒരു സ്പേസ് ഷിപ്പ് അത് എങ്ങനെയും റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് അവൻ പരമാവധി പരിശ്രമിച്ചു. ഇതേ സമയത്ത് UNMSന് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എങ്ങനെയൊക്കെയോ ശരിയാക്കിയെടുക്കുകയാണ്. കുറെ നാളുകൾക്കൊടുവിൽ യുവാന് മനുഷ്യരെയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും എല്ലാം വീഡിയോ കോളിലൂടെ കാണാൻ സാധിച്ചു. ഇപ്പോൾ അവൻ അതിന്റെ ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ അപ്പോളോ സ്പേസ് ഷിപ്പ് അതെങ്ങനെ ശരിയാക്കണമെന്നും അതിന്റെ പ്രോട്ടോടൈപ്പുകളും എല്ലാം UNMSന്റെ ആ ഒരു ഓഫീസേഴ്സ് എല്ലാം യുവാന് പറഞ്ഞു കൊടുത്തു. യുവാൻ എങ്ങനെ അവരുടെ സഹായത്തോടെ അപ്പോളോ സ്പേസ് ഷിപ്പ് എങ്ങനെയൊക്കെയോ റിപ്പയർ ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അതിന്റെ അവസാന ഘട്ടമായപ്പോഴാണ് യുവാൻ ലാങ്സിങ്ങുമായിട്ട് സംസാരിക്കാനിടയായത്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ യുവാൻ ലാങ്സിങ്ങിനോട് ഒരു കാര്യം തുറന്നു പറഞ്ഞു. ഈ ഒരു ദൗത്യത്തിനുള്ള ഇന്റർവ്യൂവിന് ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് മെയിൻ്റനൻസ് ജോലിയാണ് ഇവർ തന്നത്. എന്നാൽ അത് ഉപേക്ഷിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു. എന്നാൽ ഇറങ്ങിപ്പോരുന്ന വഴിയാണ് അവൻ ലാങ്സിങ്ങിനെ കണ്ടതും ലാങ്സിങ് അവനെ നോക്കി ചിരിച്ചു കാണിച്ചതും. അത് കണ്ടിട്ട് മാത്രമാണ് യുവാൻ തിരികെ ഈ ഒരു മെയിൻ്റനൻസ് ജോലിയിലേക്ക് വന്നത്. പിറ്റേ ദിവസം ആയപ്പോൾ യുവാൻ ശരിയാക്കിയ ആ ഒരു അപ്പോളോ സ്പേസ് ഷിപ്പിൽ തിരികെ ഭൂമിയിലേക്കുള്ള യാത്രയ്ക്ക് യുവാനും ആ ഒരു കങ്കാരുവും ഒരുങ്ങുകയാണ്. അവരങ്ങനെ ആ ഒരു സ്പേസ് ഷിപ്പിലേക്ക് കയറി. അപ്പോളോ സ്പേസ് ഷിപ്പ് ഉപയോഗിച്ച് യുവാനും കങ്കാരുവും അങ്ങനെ ആ ഒരു ചന്ദ്രനിൽ നിന്ന് ഉയർന്നു പൊങ്ങുകയാണ്. യാത്രയുടെ തുടക്കത്തിൽ അവർക്ക് ചെറിയ തകരാറുകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ യുവാൻ എങ്ങനെയൊക്കെയോ പരിഹരിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ ചന്ദ്രനിലെ ആ ഒരു സ്പേസ് സ്റ്റേഷനിൽ യുവാൻ ആ ഒരു അപ്പോളോ സ്പേസ് ഷിപ്പിനെ ആ ഒരു സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്തു. സ്പേസ് സ്റ്റേഷനിലുള്ള എസ്കേപ്പ് പോഡിന്റെ സഹായത്തോടെ ഭൂമിയിൽ എത്താനായിരുന്നു അവന്റെ പ്ലാൻ. അങ്ങനെ ആ ഒരു സ്പേസ് സ്റ്റേഷനിൽ കയറി അതിനാവശ്യമായ ക്രമീകരണം ചെയ്യുന്നതിനിടയിലാണ് ഭൂമിയിൽ മറ്റൊരു വാർത്ത അവിടുത്തെ അധികൃതർക്ക് ലഭിച്ചത്. ഭൂമിയെ ലക്ഷ്യമാക്കി ചന്ദ്രന്റെ അടുത്തുകൂടെ വരുന്ന മറ്റൊരു ആസ്ട്രോയിഡ്, ഭൂമിയെ മൊത്തം ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വലിയ ആസ്ട്രോയിഡ്. അതിന്റെ പേര് അവർ കൊടുത്തിരിക്കുന്നത് Pi+ എന്നാണ്. ഭൂമിയിലുള്ളവർക്ക് ഇനി അതിനെ തകർക്കാനോ അതിനെ നേരിടാനുള്ള യാതൊരു സാധ്യതകളുമില്ല. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് യുവാന് മാത്രമേ പറ്റത്തുള്ളെന്ന് ഒരു ഓഫീസർ ലാങ്സിങ്ങിനോട് പറഞ്ഞു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ലൈവ് സ്ട്രീമിലൂടെ തന്നെ യുവാന് കേൾക്കുന്നുണ്ടായിരുന്നു. ഭൂമിക്ക് വേണ്ടി അവിടുത്തെ ജനങ്ങൾക്കും തൻ്റെ പ്രിയപ്പെട്ടവളായ ലാങ്സിങ്ങിന് വേണ്ടി അത് ചെയ്യാനായിട്ട് യുവാൻ തയ്യാറായി. Pi+ എന്ന ആ ഒരു ആസ്ട്രോയിഡിനെ അതിനെ തകർക്കാനായിട്ട് യുവാൻ ഒരുങ്ങി. അങ്ങനെ സ്പേസ് സ്റ്റേഷനിൽ കരുതിയിരുന്ന ഒരു ന്യൂക്ലിയർ ബോംബിന്റെ സഹായത്തോടെ തകർക്കാനാണ് യുവാന്റെ പ്ലാൻ. യുവാൻ അങ്ങനെ വേദനയോടെയാണെങ്കിലും അവന്റെ കൂടെ ഉണ്ടായിരുന്ന കങ്കാരുവിനെ എസ്കേപ്പ് പോഡിലേക്ക് കയറ്റി ഭൂമിയിലേക്ക് തിരികെ പറഞ്ഞയക്കുകയാണ്. ഇനി അടുത്തതായിട്ട് യുവാന് ചെയ്യാനുള്ളത് ആ ഒരു ന്യൂക്ലിയർ ബോംബ് ആസ്ട്രോയിഡിലേക്ക് എങ്ങനെയെങ്കിലും വിക്ഷേപിക്കണം. യുവാൻ എങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ന്യൂക്ലിയർ വെപ്പൺ അപ്പോളോ സ്പേസ് ഷിപ്പിലേക്ക് കണക്ട് ചെയ്തതിനു ശേഷം ആ ഒരു സ്പേസ് ഷിപ്പുമായിട്ട് ആസ്ട്രോയിഡിന് നേരെ അവൻ യാത്ര തിരിക്കുകയാണ്. യാത്രയിലുടനീളം അവന് വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ഒരുവിധമൊക്കെ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവനും ലാങ്സിങ്ങിന്റെ സംഘത്തിനും സാധിച്ചു. അങ്ങനെ ഇവന്റെ ഈ ഒരു യാത്ര ലൈവ് സ്ട്രീമായിട്ട് ഭൂമിയിലെ ജനങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നാൽ യാത്രക്കിടയിലാണ് യുവാൻ മറ്റൊരു കാര്യം നേരിട്ടത്. അവന്റെ ആ ഒരു സ്പേസ് ഷിപ്പ് പെട്ടെന്ന് തന്നെ നിന്നു പോവുകയായിരുന്നു. ഇനി മുൻപോട്ടേക്ക് നീക്കാൻ കഴിയത്തില്ലെന്ന് യുവാന് മനസ്സിലായി. ആ ഒരു ന്യൂക്ലിയർ ബോംബ് ആസ്ട്രോയിഡിലേക്ക് വിക്ഷേപിക്കണമെങ്കിൽ അതിന് മാനുവലായിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളെന്ന് യുവാന് മനസ്സിലായി. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഭൂമിക്ക് വേണ്ടി അവൻ ആ ന്യൂക്ലിയർ വെപ്പണ് കൈകൊണ്ട് തന്നെ എടുത്ത് മുൻപോട്ടേക്ക് നീങ്ങുകയാണ്. അവന്റെ സ്പേസ് സ്യൂട്ടിലെ അതിന്റെ പവറിന്റെ സഹായത്തോടെ അവൻ ആ ന്യൂക്ലിയർ ബോംബും എടുത്തുകൊണ്ട് ആസ്ട്രോയിഡിന് നേരെ പറന്നു നീങ്ങി. ആസ്ട്രോയിഡിന്റെ തൊട്ടടുത്തെത്താറായപ്പോൾ അവൻ ലാൻസിങ്ങിനോട് പറഞ്ഞു ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിപ്പിക്കാനുള്ള ആ ഒരു ബട്ടണെ പ്രസ് ചെയ്യാൻ. ഇതേ സമയം അവന്റെ ആ ഒരു കങ്കാരു ഉണ്ടായിരുന്ന എസ്കേപ്പ് പോഡ് സേഫായിട്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്തു. മറു സൈഡിൽ ലാൻസിങ് ആ ബട്ടണിൽ ഞെക്കിയതും വലിയൊരു പൊട്ടിത്തെറിയോടെ ആ ഒരു ന്യൂക്ലിയർ ബോംബും ആസ്ട്രോയിഡും പൊട്ടിത്തെറിക്കുകയാണ്. ഭൂമിയിലെ ബങ്കറിലുണ്ടായിരുന്ന ജനങ്ങളെല്ലാം പുറത്തിറങ്ങി നോക്കിയപ്പോൾ കാണുന്നത് പൊട്ടിത്തെറിച്ച ആസ്ട്രോയിഡിന്റെ പല അവശിഷ്ടങ്ങളാണ്. അത് ഭൂമിയിലേക്ക് പതിയെ വന്ന് പതിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ യുവാനും മരണപ്പെട്ടു എന്ന കാര്യം അവർ മനസ്സിലാക്കി. അങ്ങനെ യുവാന്റെ ജീവൻ പണയം വെച്ച് തന്നെ അവൻ ആ ഭൂമിയെ രക്ഷിക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഭൂമിയിലെ ജനങ്ങൾ പതിയെ സോഷ്യലൈസ് ചെയ്യാനും പതിയെ അവരുടെ പഴയ ജീവിതം തിരിച്ചു പിടിക്കാനുമുള്ള ആ ഒരു തത്രപ്പാടിലാണ്. ഭൂമിയിൽ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വെളിയിലിറങ്ങി നടക്കാൻ കഴിയും. ലാൻസിങ്ങും സംഘവുമാകട്ടെ ചന്ദ്രനിലേക്ക് പുതിയൊരു മിഷന്റെ ഭാഗമായിട്ട് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രനിലെ ആ ഒരു ബേസ് സ്റ്റേഷനിൽ അവരുടെ പഴയ ബേസ് സ്റ്റേഷനിൽ ഇറങ്ങിച്ചെന്നപ്പോൾ ലാൻസിങ്ങിന് യുവാന്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെട്ടു. യുവാൻ അവളുടെ കൂടെയുണ്ടെന്ന് പലപ്പോഴും അവൾക്ക് തോന്നിപ്പോയി. യുവാൻ അവളുടെ കൂടെയുണ്ട് എന്ന് അവൾ വിചാരിച്ചുകൊണ്ട് തന്നെ യുവാൻ രക്ഷിച്ചെടുത്ത ആ ഒരു ഭൂമിയെ അവൾ അകലെ നിന്ന് നോക്കി കാണുകയാണ്. അങ്ങനെ ഈ ഒരു സീനോടുകൂടെ ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. മൂവിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.